ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് എല്ലും അതുപോലെ തന്നെ കുറച്ച് ഫാറ്റൊക്കെ ഉള്ള ഒരു ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ബീഫ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളൊരു ബീഫ് കറിക്ക്. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂണ് സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മസാലയിലും നമ്മൾ പൊടികൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് 2 ടീസ്പൂണേ ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളെ എരിവിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ബീഫ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് കൂടുകയും കുറയുകയൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഈ ബീഫിൽ തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഒരു പകുതി സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പകുതി തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് കൈ വെച്ചൊന്ന് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമുക്കൊരു കുക്കറിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിലാണ് കറക്റ്റ് ആ ബീഫിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെള്ളം ഒഴിച്ച് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടി പിടിക്കുന്നില്ല ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഒഴിക്കാതെ തന്നെ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിലടുപ്പിച്ചെടുക്കണം. എനിക്കിത് ഈ ഒരു ബീഫ് വേവാനായിട്ട് ഒരു 4 വിസിലടുപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ 3/4 വേവാക്കിയിട്ടാണ് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വിസിലടുപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ചിട്ട് ഒരു 3/4 വേവാക്കിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. ബീഫ് വെന്ത് വരുന്ന ഒരു ടൈം കൊണ്ട് നമുക്കിവിടെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചും കൂടെ നല്ലത്. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും നമ്മൾ ഈ ഒരു കറിക്ക് ഉണ്ടാവാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അല്ലെങ്കിൽ തേങ്ങ കൊത്തുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ഈ ഒരു എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 8 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും കൂടെ ചതക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങ കരിഞ്ഞു പോകാതെ നോക്കണം, നമ്മുടെ ഫ്ലേവർ മാറും. ഇനി ഇതിലേക്ക് ഞാനൊരു 10 അല്ലി വെളുത്തുള്ളിയും അതുപോലത്തെ മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 4 പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ചതക്കിയെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ഇഞ്ചിയുടെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു റോസ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെയൊക്കെ റോസ്മെല്ല് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മീഡിയം സൈസുള്ള 3 സവാള ഞാൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്താണ് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ തക്കാളിയുടെയും സവാളയുടെ അളവ് കൂടുതൽ ചേർത്തി കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു മീഡിയം ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസുള്ള സവാള നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനൊരു 10 മണി ഉലുവം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഉലുവയുടെ ഫ്ലേവറും കൂടി വരുമ്പോൾ ബീഫ് കറിയുടെ ടേസ്റ്റും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മൾ സവാളൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളൊക്കെ നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്. ഈ പൊടികളുടെ അളവൊക്കെ നിങ്ങളെ പൊടിക്കനുസരിച്ചിട്ടിരിക്കും വ്യത്യാസങ്ങളൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ 3/4 വേവാക്കിയിട്ടാണ് ബീഫ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബീഫ് വേവിക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഈ ബീഫ് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ട് ഇതിൽ, അത് നമുക്ക് ഈ ഗ്രേവിയിൽ ഈ ഒരു മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 ഭാഗം കൂടെ വെന്ത് വരാനുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു
1/2 കപ്പ് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ട അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്തി കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് നല്ല തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നോക്കുക, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു 1/4 ഭാഗം കൂടെ ബീഫ് വേവാനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് വേവുമ്പോൾ കറക്റ്റ് ആ ഒരു ബീഫിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് എപ്പോഴും വേവിക്കുമ്പോൾ ഫുള്ളായിട്ട് വേവിക്കാതെ ഒരു 1/4 വേവാക്കിയിട്ട് ബാക്കി ഒരു വേവ് ഈ ഒരു മസാലയൊക്കെ ഇടുന്നിട്ട് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും അതുപോലെ തന്നെ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ നമുക്കൊരു 1/4 ഭാഗം മാത്രമേ വേവാനുള്ളൂ. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അല്ല അപ്പോൾ നല്ല ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല റൈസിൻ്റെ കൂടെയൊക്കെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്